ഹലോ ഹായ് വെൽക്കം ബാക്ക്. ഇന്നിപ്പോൾ ഒരു 6:30 ആയപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ട്യൂഷനൊന്നുമില്ല, വെക്കേഷൻ കഴിയട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ വെള്ളയപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ട്, കടലക്കറി റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ കുക്കറിൽ വെച്ച് തന്നെ കേട്ടോ കടലക്കറി റെഡിയാക്കാറ്. കൂട്ടത്തിൽ ഇതാ ചോറിനുള്ള വെള്ളവും കൂടി വെക്കുന്നുണ്ട് കേട്ടോ. അരി കഴുകുന്ന വെള്ളം സാധാരണ രീതിയിൽ ഞാൻ കളയാറില്ല കേട്ടോ. ദാ ഇതേപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ട് ആ വെള്ളം എടുത്തിട്ടാണ് കേട്ടോ നമ്മളെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ വർക്ക് ഏരിയയിലെ ചെടികളുടെ ആരോഗ്യത്തിന്റെ രഹസ്യം. അങ്ങനെ ദാ അരി തിളച്ച് വന്നിട്ടുണ്ട്. അതൊന്ന് തെർമൽ കുക്കറിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇനി നമുക്ക് കറിയുടെ കാര്യങ്ങൾ നോക്കാം കേട്ടോ. ഇത് ഉള്ളിപ്പൂവാണ്. അപ്പോൾ ഉള്ളിപ്പൂവില് മുട്ടയൊക്കെ ചേർത്തിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കിയേക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. ഒന്ന് ട്രൈ ആക്കി നോക്കണേ. ഫുൾ വീഡിയോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. അപ്പം എന്താ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതാ അപ്പം സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ചെടികളൊക്കെ ഒന്ന് നനക്കാനുണ്ട്. ചെടികളൊക്കെ അത്യാവശ്യം വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. താഴെ നനച്ചതിന് ശേഷം അകത്തേക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് എനിക്ക് സെറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് അകത്തേക്ക് വെക്കുന്നുണ്ട്. പിന്നെ അകത്തിരിക്കുന്ന കുറച്ച് പ്ലാന്റ്സ് പുറത്തേക്കും വെക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അകത്ത് സർവൈവ് ചെയ്യുന്ന കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. കറക്റ്റ് ഒരാഴ്ച മാത്രമേ ഞാൻ അകത്ത് വെക്കുള്ളൂ. ഒരാഴ്ച കഴിയുമ്പോഴത്തേനും പുറത്തേക്ക് തന്നെ വെക്കും കേട്ടോ. അതേപോലെ തന്നെ തിരിച്ചും വെക്കും. ഈ വെക്കുന്ന സമയത്താണ് ചെടികൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരാഴ്ചയ്ക്ക് ശേഷം മാത്രമാണ് ചെടികൾ നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുന്നത് കേട്ടോ. ഒരാഴ്ച അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ചെടികൾ അകത്തിരുന്നോളൂ കേട്ടോ. ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തതിന് ശേഷം മേളിൽ ബാൽക്കണിയിൽ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാനുണ്ടായിരുന്നേ. അവിടെ ഒന്ന് നനച്ചതിന് ശേഷം ഏറ്റവും മേളിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കണ്ടപ്പോൾ സത്യം പറഞ്ഞ സങ്കടമായി. അത്യാവശ്യം ചെടികളൊക്കെ നല്ലപോലെ വാടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേഗം ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുത്തു. ഇപ്പം ഇത്രയുള്ളൂ കേട്ടോ.